ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്, ഫുൾ ഡേ അല്ല കേട്ടോ, ഉച്ച വരെയുള്ള കാര്യങ്ങളാണ്, കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് രാവിലെ എന്തായാലും എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഒരു നല്ല ഹാപ്പി മൂഡായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട് ഇത് ഹസ്ബൻഡിൻ്റെ വീടാണ്. അപ്പം ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുറത്ത് നോക്കി നല്ല കപ്പത്തോട്ടവും അതുപോലെ തന്നെ കുറേ മരങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ചെടികളും മരങ്ങളും ഒക്കെ ഉള്ളപ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബല്ലേ നമുക്ക്. ഇത് കണ്ടോ, ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവിടുത്തെ അമ്പലത്തിലെ ഉത്സവം വരാൻ പോവുകയാണേ. ചെറുക്കടവ് മഹാദേവ ക്ഷേത്രമാണേ. അപ്പം ആ അമ്പലത്തിലെ ഉത്സവത്തിന് മുന്നോടിയായിട്ട് നമ്മുടെ വീടിൻ്റെ അവിടെ തൊട്ട് കുറച്ച് ആൾക്കാർ വരച്ച കാര്യങ്ങളാട്ടോ ഇത്. അതായത് നമുക്ക് അങ്ങനെയല്ല, നമ്മുടെ വീട്ടിലെ അമ്പലത്തിൻ്റെ ഉത്സവമൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പ്രത്യേക ഒരു വൈബാണല്ലോ. എല്ലാവർക്കും അങ്ങനെയല്ലേ ഫീൽ ചെയ്യുന്നത്. ഇതിപ്പോൾ രാവിലെ തന്നെ അമ്മ ഭയങ്കര പത്രം വായനയും കാര്യങ്ങളും ഒക്കെയാണ്. മോളാണെങ്കിൽ നല്ല ഉറക്കമാണ് കേട്ടോ. രാത്രിയിലൊക്കെ അവൾ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുന്നുണ്ട്. എനിക്കും കുറച്ച് ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല തൊണ്ടയ്ക്കൊക്കെയാണെങ്കിൽ കിച്ച് കിച്ച് ആണ് കേട്ടോ. ജലദോഷക്കോളും ഉണ്ട്. അമ്മയ്ക്കായിരുന്നു ഫസ്റ്റ് ജലദോഷമൊക്കെ, അത് നമുക്കെല്ലാവർക്കും ഇപ്പം പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചെറുപയർ പുഴുങ്ങിയതാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിറച്ച് തേങ്ങയൊക്കെ ഇട്ട് ഉപ്പും ഒക്കെ ഇട്ട് കേട്ടോ. പിന്നെ പപ്പടവും. ഭയങ്കര സംഭവമല്ലേ ഇത്. പണ്ടൊന്നും എനിക്ക് വലിയ ക്രേസ് ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. നല്ല പ്രോട്ടീനാണല്ലോ. പിന്നെ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ്, പക്ഷേ നല്ല ഹൈ ആയിട്ടുള്ള പ്രോട്ടീൻ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ മോൾക്കും കൊടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ കൂടെ അവൾക്ക് ഞാൻ തേങ്ങാപ്പാൽ കൂടെ പിഴിഞ്ഞ് ഒന്ന് സ്മൂത്താകാൻ വേണ്ടിയിട്ട് കേട്ടോ മിക്സിക്കകത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുവേ. എന്നിട്ട് പപ്പടം കൂടെ പൊടിച്ച് അവൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾക്കും ഇഷ്ടമാണ്. പക്ഷെ അവൾക്ക് ഏറ്റവും ഫേവറേറ്റ് ഇഡ്ഡലിയും ദോശയൊക്കെയാണ്. ഇതൊക്കെ ചിലപ്പോഴൊക്കെ കഴിക്കും കേട്ടോ, കുറച്ചൊക്കെ കൊടുക്കും. ഒരു 3-4 വായൊക്കെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇടയ്ക്ക് കുറുക്കും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. 1.25 വയസ്സൊക്കെ ആവുന്നുള്ളൂ. അപ്പം എല്ലാ ഫുഡും കൊടുക്കാറുണ്ട് ഇപ്പം. ഇത് നമ്മുടെ ബാക്ക് വശമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഭയങ്കരമായിട്ട് പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അതായത് ബാക്ക് മുഴുവൻ വാഴത്തോട്ടവും കപ്പയും അങ്ങനത്തെ കൃഷി ആയിട്ടുള്ള ഏരിയ കേട്ടോ ഫുള്ള്. അതായത് ഫുള്ള് പറമ്പുകളും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ പുറയിലെ മരമൊക്കെ വെട്ടിക്കളഞ്ഞു. അതുകൊണ്ട് നല്ല ചൂടാട്ടോ. നേരത്തെയൊക്കെ ഇവിടെ നല്ല സുഖമായിരുന്നു, കാരണം ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ചൂടൊന്നും ഫീൽ ചെയ്യത്തില്ല. പക്ഷെ വെള്ളമൊക്കെ പറ്റും കേട്ടോ. നിങ്ങൾക്കും അങ്ങനെയാണോ? ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ വെള്ളമൊക്കെ കാണത്തില്ല കിണറ്റിലെയൊക്കെ. അങ്ങനത്തെ ഒരു പ്രതിസന്ധി നമുക്കും ഉണ്ട് കേട്ടോ. ഇപ്പം വെള്ളം പറ്റാറാകുന്നു. ഇപ്പം രാവിലെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം അവൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. കുറുക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇപ്പം ഏകദേശം ഒരു 11:30 ആയി ടൈം. രാവിലെ അപ്പം ചെറുപയർ കൊടുത്തായിരുന്നു. ആളിപ്പോൾ എഴുന്നേറ്റ് നിൽക്കുവേ. അവിടെ എല്ലാം തേച്ച് വെക്കും കുറുക്ക് കേട്ടോ. അതായത് ഈ ചെയറില്ലേ, ഇത് ഹൈ ചെയറാണ് കേട്ടോ. വേണ്ടൊരു ലിങ്ക് ചോദിച്ചാൽ മതി. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് പിള്ളേർക്ക്. ഇതിൻ്റെ കൂടെ ബെൽറ്റ് ഉണ്ടായിരുന്നു. ഇതിപ്പം ഞാൻ ബെൽറ്റൊന്നും ഇട്ടിട്ടില്ല. ഫുഡ് കൊടുക്കാൻ നേരത്ത് ആൾ അവിടെ കിടന്ന് ഡാൻസ് കളിയും ബഹളവും ഒക്കെയാണ്. ആളുടെ മുടി വെട്ടിയായിരുന്നു. പിന്നെ ഇത് അവൾക്ക് മീനാട്ടോ. ഫസ്റ്റ് ടൈം ഞാൻ അവൾക്ക് മീൻ ജസ്റ്റ് മഞ്ഞൾപ്പൊടി ഉപ്പും ഇച്ചിരി കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ട് വെച്ചിരിക്കുന്ന കേട്ടോ. ഇത് നമുക്കുള്ള മീനാണ്, മുളക് പറ്റി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷെ അവൾക്ക് മീൻ വലിയ താല്പര്യമൊന്നുമില്ല. ഫസ്റ്റ് ടൈം കൊടുത്തതാണ്, പക്ഷെ താല്പര്യമില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ വീണ്ടും ട്രൈ ചെയ്ത് നോക്കണം. മുട്ട അവൾക്ക് ഇതുപോലെ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ ഒരുപാട് തവണ ഇങ്ങനെ കൊടുത്ത് അവൾക്കിപ്പോൾ മുട്ട ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അത് പിള്ളേരിപ്പോൾ ഒരു വട്ടം കഴിച്ചില്ലെങ്കിലും നമ്മൾ വീണ്ടും കൊടുക്കുക കേട്ടോ, പരിശീലിപ്പിക്കുക. ഇന്ന് പിന്നെ ഉച്ചയ്ക്കത്തെ ലഞ്ച് ചക്കക്കുരു ചാറും പയർ മെഴുക്കുവരട്ടി കേട്ടോ, വൻപയർ, പിന്നെ ചില്ലിമ്പിക്ക അച്ചാർ, മീൻ വറുത്തതും ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് എൻ്റെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബായ്.